ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന് ലോകത്ത് ഭൂമികുലുക്കങ്ങൾ വർദ്ധിക്കുന്നു. ലോകത്ത് ഭൂമികുലുക്കം വർദ്ധിക്കുക എന്നത് ഇനി അങ്ങോട്ട് പ്രതീക്ഷിക്കണം നമ്മൾ. എന്തുകൊണ്ട്? ലോകാവസാനം അടുത്തുകൊണ്ടിരിക്കുന്നു. ലോകാവസാനത്തിന്റെ ഏറ്റവും അടുത്ത കാലഘട്ടത്തിൽ ജീവിക്കുന്നവരാണ് നമ്മൾ. ലോകാവസാനം തൊട്ടടുത്ത്. ആ സമയത്ത് ഭൂമികുലുക്കം വർദ്ധിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഒരു ഹദീസ് പറയുന്നുണ്ട്, ലോകാവസാനത്തിന്റെ അടയാളം. ഹബീബ് പഠിപ്പിച്ചു, നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തഖൂമു സ്സാഅതു ഹത്താ യുഖ്ബലൽ ഇൽമ ഇവിടെ നിന്നും ഉയർത്തപ്പെടാതെ ലോകം അവസാനിക്കൂല. ബിഖബ്ലിൽ ഉലമാ എന്ന് മറ്റൊരു റിവായത്തിൽ കാണാം. ആലിമീങ്ങളുടെ മരണം ലോക അവസാനത്തിന്റെ അടയാളമാണ്. അതുപോലെ തന്നെ ഭൂകമ്പങ്ങൾ വർദ്ധിക്കും. കേട്ടതിനേക്കാൾ കൂടുതൽ കേൾക്കും. ഒരു കൊല്ലത്തിൽ ഒരെണ്ണം കേട്ടതെങ്കിൽ ഒരു കൊല്ലത്തിൽ രണ്ടെണ്ണം കേൾക്കേണ്ടി വരും. പിറ്റേ കൊല്ലം വരുമ്പോ, അതിന്റെ അടുത്ത കൊല്ലം വരുമ്പോ 2 എന്നുള്ളത് ഇത്തിരി ശക്തിയായി കേട്ടു, 3ആയി 4ആയി അങ്ങനെ കേൾക്കും. ഭൂമികുലുക്കം ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിരന്തര വാർത്ത വരും. ഇത് ലോകാവസാനത്തിന്റെ അടയാളമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി വയതഖാറബസ്സമാൻ, ആർക്കും സമയം തികയുന്നില്ല എന്ന് നിരന്തരം പറയുന്ന ഒരു കാലമായിരിക്കും അത്. സമയമുണ്ടോ? എനിക്ക് സമയം കിട്ടിയില്ല, ഞാൻ മറന്നുപോയി, തിരക്കായിരുന്നു. ജനങ്ങൾ തിരക്കായിരുന്നു എന്ന് പറയുന്ന കാലം ഏറ്റവും കൂടുതൽ ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ തിരക്കായിരുന്നു എന്ന് പറയുന്ന ആള് ഞാനായിരിക്കും. അങ്ങനെയല്ലേ? അങ്ങനെ ജനങ്ങൾ നിരന്തരം പറയും, എനിക്ക് സമയം കിട്ടിയില്ല, തിരക്കായിരുന്നു, എന്തിനൊക്കെ ഇപ്പൊ സമയമുള്ളത് എന്നൊക്കെ ചോദിക്കും. ഇങ്ങനത്തെ വർത്താനം ജനങ്ങൾ കൂടുതൽ പറയുന്ന കാലം ലോകാവസാനത്തിന്റെ അടയാളമാണ്. ഭൂമികുലുക്കം പ്രതീക്ഷിക്കാം. സ്വഹീഹുൽ ബുഖാരി. അതുപോലെ തന്നെ പല നിലക്കുള്ള കുഴപ്പങ്ങൾ ഉണ്ടാവും. അഴിമതി ഉണ്ടാവും, അതുപോലെ തന്നെ കരിഞ്ചന്തകള്, അതുപോലെ തന്നെ വെട്ടിപ്പ്, തട്ടിപ്പ്, വിലക്കയറ്റം, കൊലപാതകങ്ങൾ, പ്രശ്നങ്ങൾ, കൊലക്ക് കൊല, അൽ ഖത്ലു വൽ ഖത്ൽ, കൊലക്ക് കൊല, അങ്ങോട്ട് വെട്ടൽ ഇങ്ങോട്ട് വെട്ടലായിട്ട് യുദ്ധമല്ല, രാഷ്ട്രീയ കൊലപാതകങ്ങൾ, ഇതൊക്കെ ഉണ്ടാവും. എല്ലാവരുടെയും കയ്യിൽ പൈസ ഉണ്ടാവും. പണം പ്രശ്നമല്ല. നീ പോടാ, കാശ് 10,000 രൂപയല്ലേ, അത് വിഷയമല്ല. ആർക്കും പണം പ്രശ്നമല്ല. അങ്ങനത്തെ ഒരു കാലം. പട്ടിണി കിടക്കാണെങ്കിലും പോക്കറ്റിലുണ്ടാവും 2000-ന്റെ ചോന്നഞ്ഞോട്ട്. പണം പ്രശ്നമേ അല്ല. വീടുകളൊക്കെ വലിപ്പം കൂടുതലാ. എന്തുകൊണ്ട്? അവനതിനുള്ള സാമ്പത്തികമല്ല, എന്നാലും ലോണേലാണ്. പണം പ്രശ്നമല്ല, പണം പ്രശ്നമല്ല. കയ്യിലുള്ളതിനേക്കാൾ അപ്പുറമുള്ളത് വാങ്ങാൻ മനുഷ്യൻ ശ്രമിക്കുന്ന കാലം ലോകാവസാനത്തിന്റെ അടയാളമാണ്. അപ്പൊ ഇവിടെ പ്രധാനമായി പറഞ്ഞു ഭൂകമ്പങ്ങൾ വർദ്ധിക്കും എന്ന്. നിരന്തരം ഭൂകമ്പങ്ങൾ ഉണ്ടാവും. ഇനി ഞാനൊരു പഠനം പറയാം. യുണൈറ്റഡ് സ്റ്റേറ്റ് ജിയോളജിക്കൽ സർവേയുടെ ഒരു പഠനം. ഇന്ത്യൻ ഫലകം യുറേഷ്യൻ ഫലകത്തിലേക്ക് പ്രതിവർഷം ശരാശരി 4.5 സെന്റിമീറ്റർ ഇടിച്ചു കയറുന്നുണ്ട്. അതായത് ഒരു മുക്കാൽ വിരൽ, ഒരു ചെറുവിരലിന്റെ മുക്കാൽ ഭാഗം ഇന്ത്യൻ ഫലകം യുറേഷ്യൻ ഫലകത്തോട് കൂട്ടിമുട്ടി ഇടിച്ചു കയറലുണ്ട്. ഈ ഫലകങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോഴാണ് ഭൂമികുലുക്കം ഉണ്ടാവുന്നതെന്നാണ് ജോഗ്രഫി പറയുന്നത്. അതിവിടെ എല്ലാ വർഷവും നടന്നുകൊണ്ടിരിക്കുന്നു. അതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അതാണ് ഹബീബ് പറഞ്ഞത്, ഖിയാമത്ത് നാളെടുക്കുമ്പോ ഈ കൂട്ടിമുട്ടലുകൾ മുഖേന ഉള്ള ഭൂമികുലുക്കങ്ങൾ വർദ്ധിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഈ കൂട്ടിമുട്ടൽ മുഖേന ഉണ്ടാകുന്ന മർദ്ദമാണ് ഭൂചലനമായി പുറത്തു വരുന്നത്. അതായത് ഈ ഭൗമപാളികളുടെ ചലനം തുടരുന്ന കാലത്തോളം ഇതിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ ഭൗമപാളികൾ. പ്രധാന ഫലകങ്ങൾ 7 എണ്ണം ഉണ്ട്. അതിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും. ഈ ചലനം തുടർന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് ഈ പറയപ്പെട്ട ഭൂമികുലുക്കം പ്രതീക്ഷിക്കാം എന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ് ജിയോളജിക്കൽ സർവേ നമ്മോട് പറയുന്നു. ഈ ആശങ്ക, ഭൂമികുലുക്കത്തിന്റെ ആശങ്ക തീരൂല, എപ്പോ വേണമെങ്കിലും സംഭവിക്കാം. അത് ഖിയാമത്ത് നാളിനോട് അടുത്ത് വരുന്ന കാലത്ത് കൂടുതൽ ഉണ്ടാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇങ്ങനെയൊന്നും ഭൂമികുലുക്കം ഉണ്ടായിട്ടില്ല. മദീനയിൽ ഒരിക്കൽ കുലുങ്ങി ഒറ്റ അടിയാ കൊടുത്തത് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു. ഇവിടെ കുലുങ്ങാൻ പാടില്ല.
പിന്നെ കുലുങ്ങിയില്ല. 700 കൊല്ലം കഴിഞ്ഞ ഇമാം നബവി വരുന്നത്. ആ ഭൂമി കുലുക്കമുണ്ടായിട്ട് 700 കൊല്ലം കഴിഞ്ഞ് ഇമാം നബവി വരുന്നു. ഇമാം നബവി രേഖപ്പെടുത്തുന്നു, പിന്നെ മദീന കുലുങ്ങിയിട്ടല്ല എന്ന് വരെ 700 കൊല്ലങ്ങൾ വരെ. അതായത് ഖിയാമത്ത് നാളിൽ ഭൂമി കുലുക്കം വർദ്ധിക്കും. ഖിയാമത്ത് നാളിന്റെ ഒരു പ്രധാന അടയാളമാണ്. ഒരു പ്രധാന അടയാളം ഇനി കേട്ടോളൂ. പരിശുദ്ധ ഖുർആൻ ഭൂമി കുലുക്കത്തെ കുറിച്ച് പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ ഖുർആൻ ഭൂമി കുലുക്കത്തെ കുറിച്ച് പറയുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വൽ ഫജ്ർ വലയാലിൻ അശ്ർ വസ്സഫഇ വൽ വത്ർ വല്ലൈലി ഇദാ യസ്ർ ഹൽ ഫീ ദാലിക ഖസമുൽ ലിദീ ഹിജ്ർ. അല്ലാഹു സത്യം ചെയ്ത് പറയാ, ഈ പറയാൻ പോകുന്ന ചരിത്രങ്ങളിലൊക്കെ ബുദ്ധിയുള്ളവന് ചിന്തിക്കാനുണ്ട്. ഹൽ ഫീ ദാലിക ഖസമുൻ ലിദീ ഹിജ്ർ. ചിന്തിക്കാൻ കഴിവുള്ളവന്, ബുദ്ധിയുള്ളവന് ചിന്തിക്കാനുള്ളത് ഈ പറയുന്ന ചരിത്രങ്ങളിലുണ്ട്. എന്താ ചരിത്രം? അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാത്തിൽ ഇമാദ്. അല്ലാഹു ആദ് സമൂഹത്തിൽ ചെയ്ത അദാബിനെ കുറിച്ച് ആലോചിച്ചാൽ എന്തൊക്കെയാ അവർ കാട്ടിക്കൂട്ടിയത്? അവർക്ക് അല്ലാഹു കാറ്റ് പറഞ്ഞയച്ചു. കാറ്റ്, തണുത്ത കാറ്റ്, ചൂടുള്ള കാറ്റ്. ആ കാലാവസ്ഥയിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ അവർ ചത്തടുങ്ങി. അദാബായിരുന്നു കാറ്റ്. ഇനി കേട്ടോളൂ. അല്ലത്തി ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ്. ആദ് സമൂഹത്തെ പോലെ ശരീരത്തിന് നീളവും പൊക്കവും ആരോഗ്യവുമുള്ള ഒരു വർഗത്തെ വേറെ അള്ളാഹു പടച്ചിട്ടില്ല. ഭയങ്കര പൊക്കം, 60 മുഴൊക്കെയാ ഒരാളുടെ നീളം. എന്ത് വലിയ മനുഷ്യന്മാരായിരുന്നു ആ കാലഘട്ടത്തിൽ. ഇനി കേട്ടോളൂ. സാങ്കേതിക മികവ് കൊണ്ടും പ്രതിരോധം കൊണ്ടും കായികമായ കഴിവ് കൊണ്ടും പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു സമൂഹമായിരുന്നു സമൂദ് വിഭാഗം. സ്വാലിഹ് നബിയുടെ ജനത. അവരുടെ പ്രത്യേകത എന്താ? ജാബുസ്ഖറ. വീട് വെക്കുന്നത് കോൺക്രീറ്റിലല്ല, പാറകൾ തുരക്കും. പാറകൾ തുറന്ന അവർ വീട് വെക്ക പാറയ്ക്കകത്ത്. അത്ര വലിയ കഴിവായിരുന്നവർക്ക്. ജപ്പാനിൽ നിരന്തരം ഭൂമി കുലുക്കമുണ്ട്. ജപ്പാനിലാണ് ഒരു ഭ്രംശ മേഖലയാണ് ഇത് ജപ്പാൻ. എപ്പോഴും അഗ്നിപർവ്വത സ്ഫോടനത്തിന് സാധ്യതയുള്ള ഒരു മണ്ണാണ് ജപ്പാൻ. നിരന്തരം ഭൂമി കുലുക്കത്തിന് സാധ്യതയുള്ള ഒരു ഫലകത്തിന്റെ മുകളിലാണ് ജപ്പാൻ എന്ന് പറയുന്ന രാജ്യമുള്ളത്. ജപ്പാനിലെ കെട്ടിടങ്ങൾ മറ്റുള്ള രാജ്യങ്ങളിലെ കെട്ടിടം പോലെയല്ല. അത് ഷോക്ക് അബ്സർ ഉള്ളതാ. ഈ പ്രളയം 2 പ്രാവശ്യം വന്നപ്പോ, പ്രളയം വന്നാലും പ്രശ്നമല്ലാത്ത വീടുകളുണ്ടായി. ജാക്കി വെച്ച് പൊക്കണ വീടൊക്കെ ഉണ്ടായി. കേരളത്തിലുണ്ട്, അങ്ങനെയുണ്ട്. പ്രളയം വന്നാൽ പ്രശ്നമല്ലാത്ത വീട് എന്ന സങ്കല്പത്തിലേക്ക് ജനങ്ങൾ ചിന്തിച്ചൊടുങ്ങി. ജപ്പാനിൽ ഈ വീട് നിർമ്മാണത്തിന് വേണ്ടി ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് പറ്റുന്ന കട്ടകളും അതിന് പറ്റുന്നതായ എന്റർലോക്കുകളും ഒക്കെ വെച്ചിട്ടാണ് അവര് വീട് നിർമ്മാണം നടത്തിയിട്ടുള്ളത്. അങ്ങനത്തെ വീടുകളും ജപ്പാനിലുണ്ട്. ഹുസൈൻക്ക് അങ്ങനെ ആലോചിക്കാം, ഒന്ന് പോയി കണ്ടാലും 2 നമുക്ക് വാങ്ങാം ഇൻഷാ അല്ലാഹ്. ഇത് എപ്പോഴാ സംഭവിക്കാന്ന് പറയാൻ പറ്റില്ല. ഉണ്ട്. ജപ്പാൻകാർക്ക് അല്ലാഹു അതിനനുസരിച്ചുള്ള ബുദ്ധിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സാങ്കേതികമായ കഴിവ് ഉള്ള ഒരു സമൂഹമായിരുന്നു സമൂദ് വിഭാഗം. ഖുർആൻ പറയുന്നു, അവർക്കും അല്ലാഹുവിന്റെ ഇദാബത്തി. സ്വാലിഹ് നബിയുടെ ജനത, അവർക്ക് എങ്ങനെയാ ഇദാബത്തിയത്? ഒരൊറ്റ ശബ്ദം, ഒരൊറ്റ പെടച്ചിൽ, ഒരു പ്രകമ്പനം അവർക്ക് വന്നു. അത് ഭൂമിയുടെ ഒരു കുലുക്കമാ. ഭൂമി കുലുക്കത്തിന്റെ സമയത്ത് ഇടിവെട്ടണ സൈസ് ടപടാന്നുള്ളൊരു സൗണ്ടാ. ഒരൊറ്റ ശബ്ദത്തിൽ തന്നെ അവരവരുടെ വീടുകളിലാ മുട്ടുകാല് കെട്ടി, അതായത് ചുരുട്ടിക്കൂട്ടി അവരെ അല്ലാഹു. വഫീ ദിയാരിഹിം ജാസിമീൻ എന്ന് ഖുർആനിലുണ്ട്. മുട്ടുകാല് കെട്ടി ചുരുട്ടിക്കൂട്ടി കളഞ്ഞു. ഭൂമി കുലുക്കം കൊണ്ട് പേടിച്ചരണ്ടി ഇരുന്നു പോയി. ഇരുന്ന ഇരിപ്പിന് ഈ പ്രസ് ചെയ്ത് പത്തിരി ഉണ്ടാക്കണ പോലെ അവരാണ്ട് ജാമാക്കി കളഞ്ഞു. അങ്ങനെ അല്ലാഹു അവരെ കൊന്നു. ഈ ആയത്തുകളിൽ സമൂദ് വിഭാഗത്തെ കുറിച്ച് പറഞ്ഞു, ആദ് വിഭാഗത്തെ കുറിച്ച് പറഞ്ഞു. ആദ് വിഭാഗം
അവരിലുണ്ടായിരുന്നു ഒരു പ്രമുഖൻ. അയാളുടെ പേര് ഷദ്ദാദ്. കേട്ടിട്ടുണ്ടോ? ഷദ്ദാദ്. ഇസ്രായേലിനോട് ഒരിക്കൽ അള്ളാഹു ചോദിച്ചു, ഇസ്രായേലെ, റൂഹ് പിടിക്കാറുണ്ടല്ലോ നീ? ജീവജാലങ്ങളുടെ റൂഹ് പിടിക്കും, മനുഷ്യന്റെ പിടിക്കും, അല്ലാത്തതിന്റെ ഒക്കെ പിടിക്കൂലോ. എപ്പോഴെങ്കിലും റൂഹ് പിടിച്ചപ്പോ നിനക്ക് ഒരു പതർച്ച വന്നിട്ടുണ്ടോ? ഇസ്രായേൽ പറഞ്ഞു, അള്ളാഹുവേ, 2 പ്രാവശ്യം റൂഹ് പിടിക്കാൻ നേരത്തെ എനിക്കൊരു പതർച്ച വന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ 2 സമയത്ത് ഞാൻ റൂഹ് പിടിച്ചപ്പോ എനിക്കൊരു പതർച്ച വന്നിട്ടുണ്ട്. ഞാൻ ഒന്ന് പതറി. കേട്ടിട്ടുണ്ടോ? ഒന്നാമത്തേത് കേൾക്കാത്തൊന്നും ഉണ്ടാവില്ല. 5 കൊല്ലം പറയണ തന്നെ പിന്നെ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഒരാളെന്നെ പറയും. കുറെ മുമ്പ് കേട്ടാണ്. ഇസ്രായേൽ പറഞ്ഞു, 2 പ്രാവശ്യം റൂഹ് പിടിച്ചപ്പോ ഞാനൊന്ന് പതറി. ഒന്ന്, ഒരു കപ്പല് നടുകടലിലൂടെ യാത്ര പോകുന്നു. പെട്ടെന്ന് ഒരു തിരമാല വന്ന് കപ്പലിലേക്ക് ആഞ്ഞടിച്ചു. കപ്പല് പിളർന്നു. അപ്പോഴുണ്ട് കപ്പലിലെ ഒരു ഫർണിച്ചറിന്റെ മുകളിൽ ഒരു കൈക്കുഞ്ഞിനെ ഒരു ഉമ്മ നടുകടലിൽ വെച്ച് കയറ്റി കിടത്തി. ആ കുഞ്ഞിനെ താലോലിച്ച് ഈ ഓളം തള്ളുന്നോടത്ത് ഉമ്മ അകപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധി പോലും മാനിക്കാതെ, ഉമ്മ കുഞ്ഞ് കരയാതെ കുഞ്ഞിനെ ആ കടലിന്റെ തിരമാലയിലെ ഓളത്തില് അവൾ തുഴഞ്ഞു നിന്നുകൊണ്ട് കുട്ടിയെ കളിപ്പിച്ചും ചിരിപ്പിച്ചും അവൾ ആ മരക്കഷ്ണത്തിന്റെ മുകളിൽ കുട്ടിയെ കിടത്തി കരയിലേക്ക് തുഴഞ്ഞു. നല്ലൊരു രസമുള്ള കാഴ്ച അത്. ഒരിക്കലൊരു വാട്സാപ്പ് മെസ്സേജ് കണ്ടു. ഒരു പെണ്ണ് റോഡപകടത്തിൽ കാല് വട്ടം ഒടിഞ്ഞു കിടന്നിട്ടും അവൾ തന്റെ കുഞ്ഞിനെ അങ്ങനെ ചേർത്ത് പിടിച്ച് താരാട്ട് പാടുന്ന ഒരു സീൻ. കാലൊടിഞ്ഞ് വട്ടം കിടക്കാം, കാല് വട്ടം കൊണ്ട് ഒടിഞ്ഞ് 2 പീസായി കിടക്കാം. അങ്ങനെ ഒരു ദാരുണമായ കാഴ്ച. ഉമ്മ ഇങ്ങനെ കുട്ടിയെ കളിപ്പിച്ചും ചിരിപ്പിച്ചും മരക്കഷ്ണത്തിന്റെ മുകളിൽ കിടത്തി അവനെ താലോലിച്ച് ഉമ്മ നീന്തി കരയോടടുക്കുന്ന കാണുന്നതാ കര. ആ സമയത്ത് കരയോട് അടുക്കുന്ന നേരത്ത് അള്ളാഹു ഇസ്രായേലിനോട് പറഞ്ഞു, കുട്ടി അവിടെ കിടക്കട്ടെ, ഉമ്മാന്റെ റൂഹ് അങ്ങ് പിടിച്ചോളാൻ പറഞ്ഞു. ആ മനോഹരമായ കാഴ്ചയിൽ ഞാൻ റൂഹ് പിടിച്ചപ്പോ അള്ളാഹുവെ, ഞാനൊന്ന് പതറി, ഒരു സാവകാശം കിട്ടിയിരുന്നുവെങ്കിലെന്ന്. രണ്ടാമത് ഞാനൊന്ന് പതറിയത്, അതായത് ഒരു ആകാംക്ഷയിൽ എനിക്കൊരല്പം സാവകാശം കൊടുക്കാമെന്ന് തോന്നിപ്പോയ 2ാമത്തെ റൂഹ് പിടുത്തം ഇനി പറയാൻ പോകുന്ന സംഭവമാണ്. ഇമാം റാസി പരിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനത്തിൽ, സൂറത്തുൽ ഫജ്റിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം റാസി കുറിക്കുന്ന ഒരു സംഭവമുണ്ട്. അതിനോടനുബന്ധമായാണ് ഒരു മരണം പറയേണ്ട. അവിടെ മനുഷ്യന്റെ അഹങ്കാരെ ഏത് സമൂഹത്തിൽ അള്ളാന്റെ ഇദാബ് ഇറങ്ങിയെന്ന് നമ്മൾ പറഞ്ഞു. അവരെ പോലെ നീളവും പൊക്കവുമുള്ള ആളുകളെ അള്ളാഹ് വേറെ പടച്ചിട്ടില്ല. അവർക്ക് വല്ലാത്ത പൊക്കായിരുന്നു. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്. ആദ് സമൂഹത്തിൽ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ അള്ളാഹുവിന്റെ ഖുർആനിൽ പറയുന്ന സംഭവത്തിന്റെ വിശദീകരണമായി ഇമാം റാസി പറഞ്ഞ സംഭവത്തിൽ ഒരാളുടെ റൂഹ് പിടിക്കുന്ന രംഗമുണ്ട്. അവിടെ ഇസ്രായേൽ 2ാമത് പതറിയത്. അത് പറയാം. ഈ ആദ് സമൂഹം അവര് ഏകദേശം അവർക്ക് 400 മുഴം 400 ദിറാ നീളമുള്ള മനുഷ്യന്മാർ, 400 മുഴം നീളമുള്ള മനുഷ്യന്മാർ അവരിൽ ജീവിച്ചു. ആദ് സമൂഹത്തിൽ ജീവിച്ചു. ആദിന്റെ 2 മക്കള്, ഒരാളുടെ പേര് ഷദീദ്, മറ്റേ ആളുടെ പേര് ഷദ്ദാദ്. ഒരാളുടെ പേര് ഷദീദ്, മറ്റേ ആളുടെ പേര് ഷദ്ദാദ്. ഞാൻ ദീർഘമാക്കുന്നില്ല, ചുരുക്കി പറയാം. ഷദീദും ഷദ്ദാദും ആദിന്റെ മക്കളാണ്. ഇമാം റാസി രേഖപ്പെടുത്തുന്നു, സൂറത്തുൽ ഫജ്ർ, ഷദീദ് മരണപ്പെട്ടു. വാപ്പ ആദ് മരണപ്പെട്ട ശേഷം രാജപദവിയിലേക്ക് വന്ന 2 മക്കളാണ് ഷദീദും ഷദ്ദാദും. കുറച്ചു കാലം കഴിഞ്ഞ്, വാപ്പാന്റെ കാലം കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞപ്പോ ഷദീദ് മരിച്ചു. ഇപ്പൊ രാജാവായി ഷദ്ദാദാണ് ഉള്ളത്. ഷദ്ദാദ് പൂർവകാല ഗ്രന്ഥങ്ങളും വേദങ്ങളും ഒക്കെ വായിച്ചു പഠിച്ചു. അപ്പൊ അതിലൊക്കെ സ്വർഗം എന്ന് പറയുന്നത് കേട്ടു. അപ്പൊ പുള്ളിക്കാരനൊരു തോന്നൽ വന്നു, ഒരു സ്വർഗം അങ്ങോട്ട് പണിതാലോ എന്ന്. സ്വർഗം പണിയാൻ വേണ്ടി അയാൾ ഉപയോഗിച്ച ഇഷ്ടിക സ്വർണവും വെള്ളിയുമായിരുന്നു. മഹാന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്, ഒരു സ്വർണ്ണ ഇഷ്ടിക വെച്ചാൽ പിന്നെ ഒരു വെള്ളി ഇഷ്ടിക വെക്കുമായിരുന്നു.
അങ്ങനെ സ്വർണവും വെള്ളിയും കൊണ്ട് കൂടിക്കലർന്ന നല്ല ഭിത്തികൾ. ഇറം പട്ടണത്തിലാണ് ഇദ്ദേഹം ഇത് പണിയുന്നത്. ഇറം ദാത്തുൽ ഇമാദ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. വലിയ വലിയ തൂണുകളും സ്തൂപങ്ങളും സ്തംഭങ്ങളും ഉണ്ടാക്കിയിട്ടുള്ള ഇറം പട്ടണത്തിന്റെ നാഗരികതയുടെ ചരിത്രം പറയുന്ന ഖുർആൻ. ഇറം പട്ടണത്തില് ഷദ്ദാദ് കൊട്ടാരം നിർമ്മിക്കാൻ തീരുമാനിച്ചു. ഷദ്ദാദ് ജീവിച്ചത് 900 വർഷമാണ്. ഈ 900 വർഷത്തിൽ 300 കൊല്ലം ഇയാൾ ഈ കൊട്ടാരം പണിയാൻ വേണ്ടിയിട്ട് മാറ്റിവെച്ചു. ഇയാളുടെ കൊട്ടാരം പണിയാൻ വേണ്ടിയിട്ട് ഏകദേശം ആളെ തേടി നടന്നത് 10 വർഷം. അങ്ങനെ ആളെ കിട്ടി. ആദിന്റെ മകനായ ഷദ്ദാദ് അദ്ദേഹത്തിന്റെ കൊട്ടാര നിർമ്മാണത്തിന് വേണ്ടി അദ്ദേഹം ആളെ തേടി നടന്നു. 300 മെയിൻ മേസ്തിരിമാരെ കണ്ടെത്തി. മെയിൻ മേസ്തിരിമാര് 300 പേര്. ഒരു മേസ്തിരിയുടെ കീഴിൽ 1000 പണിക്കാർ വേറെയുണ്ട്. അപ്പൊ 300 × 1000 3 ലക്ഷം അല്ലേ? 3 ലക്ഷം ആളുകൾ പണിതു. 300 കൊല്ലം പണിതു. 300 × 1000 ഒറ്റ 10 100 1000 10000 ലക്ഷം. 3 ലക്ഷം പണിക്കാർ വെച്ചിട്ട് 300 കൊല്ലം പണിതു കൊട്ടാരം. ചരിത്രം പറയുന്നുണ്ട് മൈലുകൾ നീളവും വീതിയും ഉണ്ടായിരുന്നു കൊട്ടാരത്തിന്. ഞാൻ വിശദീകരിക്കുന്നില്ല. അങ്ങനെ അയാൾ ഈ കൊട്ടാരത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടി വലിയ കൊട്ടാരം, സ്വർഗത്തിന് തുല്യമായത് പണിയാൻ തീരുമാനിച്ചു. വഹിയ മദീനത്തുൻ അളീമത്തുൻ ഖുസൂറുഹാ മിനദ്ദഹബി വൽ ഫിദ്ദ. സ്വർഗം പണിതു. അതിന്റെ അകത്ത് കൊട്ടാരങ്ങൾ പലത് പണിതു. സ്വർണത്തിന്റെ കൊട്ടാരം വേണം, വെള്ളിയുടെ കൊട്ടാരം വേണം. ഇമാം റാസി പറയുന്നു, പച്ചക്കോമേദങ്ങളുടെ അതുപോലെ തന്നെ മാണിക്യങ്ങളുടെ വലിയ വലിയ സ്തൂപങ്ങളും സ്തംഭങ്ങളും തൂണുകളും ഒക്കെ ആയി കൊട്ടാരങ്ങൾ നിരവധി ഇങ്ങനെ പണിത് സ്വർഗതുല്യം. പിന്നെ കാണാം അതിലൂടെ പുഴ ഒഴുക്കി, അതിന്റെ നടുവിലൂടെ പുഴയെ ഒഴുക്കി ഒരുപാട് കായ്കനികളെ നട്ടുപിടിപ്പിച്ചു. സ്വർഗം എന്ന് പറഞ്ഞാൽ സ്വർഗം. രാജാവ് കാണാൻ വന്നിട്ടില്ല. രാജാവ് ഈ നിർമ്മാണത്തിന് വേണ്ടി ഏർപ്പാട് ചെയ്ത് പരിപൂർണമായ പണികൾ മുഴുവനും തീർന്ന ശേഷം, പണികൾ മുഴുവനും പരിപൂർണമായ ശേഷം കാണണമെന്ന് തീരുമാനിച്ചു. പലതരത്തിലുള്ള പുഴകൾ, തേനിന്റെ പുഴ, കള്ളിന്റെ പുഴ, പാലിന്റെ പുഴ, ഇങ്ങനെ പുഴകളൊക്കെ ഉണ്ട്. എല്ലാ സെറ്റപ്പും ഉണ്ട്. ഒരു സ്വർഗമങ്ങ് ഭൂമിയിൽ പണിതു. നിർമ്മാണം പൂർത്തിയായ അന്ന് സാറ ഇലൈഹാ ബി അഹ്ലി മംലകതിഹി. ഇമാം റാസി പറയുന്നു, അയാളുടെ പരിവാരങ്ങളോടുകൂടെ അങ്ങോട്ട് ഇയാൾ യാത്ര തിരിച്ചാര്? ഷദ്ദാദ് രാജാവ് യാത്ര തിരിച്ചു. അയാൾ അവിടേക്ക് എത്താൻ ഫലമ്മാ കാന മിൻഹാ അലാ മസീറത്തി യൗമിൻ വലൈല. ഒരു രാവും പകലും കൂടി യാത്ര ചെയ്താൽ ഇനി അവിടെ എത്തും എന്ന എത്രയും ദൂരം എത്തിയപ്പോഴേക്കും ആ സ്വർഗത്തിന്റെ മണം കിട്ടാൻ തുടങ്ങി. അവിടുത്തെ അലയൊലികൾ കേൾക്കാൻ തുടങ്ങി. വല്ലാത്ത ആകാംക്ഷ. കുതിച്ചുപോയ അയാൾ ഇനി ഒരു രാവും പകലും കൂടി യാത്ര ചെയ്താൽ നമ്മൾ അവിടെ എത്തും. അത്രത്തോളം അദ്ദേഹം ആഗ്രഹിച്ച് 300 കൊല്ലത്തെ കാത്തിരിപ്പിന് ശേഷം കാണാൻ പോകുന്ന കൊട്ടാരം ഇപ്പോ ഇദ്ദേഹത്തിന്റെ 600ാമത്തെ വയസ്സിൽ തുടങ്ങിയ നിർമ്മാണമാണ്. ഇയാൾക്കിപ്പോ 900 വയസ്സായിട്ടുണ്ട്. കഴിഞ്ഞ 300 കൊല്ലം കൊട്ടാരം സ്വർഗം പണിതുകൊണ്ടിരിക്കുന്നു. 900 വയസ്സ് പൂർണ്ണമാവുന്ന ദിവസം ഇനി ഒരു രാവും പകലും കൂടി യാത്ര ചെയ്താൽ അവിടെ എത്തും. അപ്പോഴുണ്ട് അല്ലാഹു ഇസ്രായീലിനെ പറഞ്ഞയച്ചു. അവിടെ മൊത്തം ദുരന്തമായാണ് മരണമുണ്ടായതല്ലാതെ അയാൾ തനിച്ച് മരിച്ചതല്ല. അത് മുഴുവനും നശിപ്പിച്ചു. ആ ജനതയുടെ നേരെ ആദ് സമൂഹത്തിന്റെ ചരിത്രത്തിന്റെ ബാക്കിയാണിത്. ഖുർആൻ പറയുന്നു, അല്ലാഹു അവരെ ശിക്ഷിച്ചല്ലോ. ആ ശിക്ഷയുടെ ബാക്കിയാണ് ഈ ഷദ്ദാദ് അടക്കമുള്ള അയാളുടെ ആ കാലഘട്ടത്തിലെ ആളുകൾക്ക് നേരെ. അയാൾക്ക് 900 വയസ്സ് പൂർണ്ണമായ അന്നതാ ആകാശത്തിൽ നിന്നും ഒരു പ്രകമ്പനം, ഒരു ഭൂമി കുലുക്കം ഭൂമിയിൽ പ്രകടമാകുന്നു. എല്ലാവരും നശിച്ചു എന്ന് ഇമാം റാസി രേഖപ്പെടുത്തുന്നു. അയാൾ എന്തിനാണ്
ഇത്രയും വലിയ കൊട്ടാരം നിർമ്മിച്ചിട്ടും ആഗ്രഹം പൂർത്തിയാവാതെ ഈ ദുരന്തത്തിന് വഴിയൊരുങ്ങിയത് അയാൾ എന്തിന്റെ പേരിലാണ് അള്ളാഹു ഇങ്ങനെ, അയാൾ എന്തിന്റെ പേരിലാണ് അള്ളാഹു ഇങ്ങനെ ശിക്ഷിച്ചത്? അഹങ്കാരം. ഇത്രയും വലിയ സ്വർഗം നിർമ്മിക്കാൻ ഈ ഭൂമിയിലുള്ള പരമാവധി സ്വർണങ്ങളും വെള്ളികളും അയാൾ കണ്ടെടുത്തു. അയാൾ മശ്രിഖ് മുതൽ മഗ്രിബ് വരെയുള്ള പ്രദേശങ്ങളിലുള്ള സ്വർണവും വെള്ളിയും ആഭരണങ്ങളായി സൂക്ഷിച്ച മനുഷ്യരിൽ നിന്നും പിടിച്ചു വാങ്ങാൻ അയാളുടെ പട്ടാളക്കാരോട് കൽപ്പനയിട്ടു. ഇത്രയും വലിയ സ്വർഗം ഉണ്ടാക്കണമെങ്കിൽ ആവശ്യത്തിനുള്ള സ്വർണം ഇവിടെ നിന്നുള്ളതല്ലേ പറ്റുള്ളൂ. അപ്പൊ മശ്രിഖ് മുതൽ മഗ്രിബ് വരെയുള്ള ഇടങ്ങളിൽ ഈ ലോകത്തുള്ള സർവ്വ സ്വർണങ്ങളും വെള്ളികളും ജനങ്ങളിൽ നിന്നും ചോദിച്ചു വാങ്ങണം, തരാത്തവന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ചു വാങ്ങി കൊണ്ടുവരണം. ഇവിടെ ആവശ്യമുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരു യതീമായ കുട്ടിയുടെ കഴുത്തിൽ 2 ദിർഹം തൂക്കം വരുന്ന 2 പവൻ എന്നൊക്കെ പറയുന്ന പോലെ ഉള്ള ഒരു മാല ഒഴിച്ച്, അത്രയുള്ള ഒരു മാല ഒഴിച്ച് ബാക്കി എല്ലാം പിടിച്ചു വാങ്ങി. കുട്ടിയുടെ മാത്രം കിട്ടിയിട്ടില്ല, ബാക്കി മശ്രിഖ് മുതൽ മഗ്രിബ് വരെയുള്ള എല്ലാ മനുഷ്യന്മാരുടെയും സ്വർണവും വെള്ളിയും ഇയാൾ പിടിച്ചു വാങ്ങി. യതീമായ കുട്ടിയുടെ കഴുത്തിൽ 2 വയസ്സുള്ള കുട്ടിയാണ് കേട്ടോ. ആ 2 വയസ്സുള്ള കുഞ്ഞു മോന്റെ കഴുത്തിൽ കിടക്കുന്ന ഒരു ആഭരണം പിടിച്ചു വാങ്ങാൻ ആ കുഞ്ഞുമോന്റെ കഴുത്തിൽ നിന്നും ഈ പട്ടാളക്കാർ ബലം പിടിച്ചവിടെ പൊട്ടിച്ചെടുത്തു. പക്ഷേ കുഞ്ഞുമോൻ വേദനിച്ചു. കുട്ടി ദുആ ചെയ്തു, അല്ലാഹുവേ, ഈ അഹങ്കാരിയുടെ ഈ ഭരണം അവസാനിപ്പിക്കണം. എന്തിന്റെ പുറപ്പാടാ ഇവിടെ? അള്ളാഹനെ മറന്ന് സ്വർഗം നിർമ്മിക്കുന്ന ഇവന്റെ ഈ അഹങ്കാരത്തെ അവസാനിപ്പിക്കണം. കുട്ടി ദുആയിരുന്നു, ഒരാളും ദുആയിരുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ദുആ ചെയ്തത് അള്ളാഹു കേട്ടില്ല. ഈ കുട്ടി മനമുരുകി അങ്ങ് ദുആ ചെയ്തു. ആകാശത്തിൽ നിന്നുകൊണ്ട് മലക്കുകൾ ആ ദുആഇന് ആമീൻ പറഞ്ഞു. അതിന്റെ പേരിലാണ് ഈ അദാബ് അന്ന് ഭൂമിയിൽ ഇറങ്ങിയത്. എന്നാ ഇന്നത്തെ കാലഘട്ടത്തിൽ എത്ര അദാബ് ഇറങ്ങേണ്ടിയിരുന്നു, അതും ഭൂമി കുലുക്കമായിരുന്നു. അന്ന് ഇസ്രായേൽ റൂഹ് പിടിച്ച, സ്വർഗം കാണാൻ വേണ്ടി 300 കൊല്ലം കാത്തിരുന്ന രാജാവിന്റെ റൂഹ് പിടിക്കാൻ നേരം, ശദ്ദാദ് രാജാവിന്റെ റൂഹ് പിടിക്കാൻ നേരം ഇസ്രായേലിനൊരു പതർച്ച പോലെ അള്ളാഹു പറഞ്ഞു, ഇസ്രായേലെ, പലകയുടെ മുകളിൽ ഉമ്മ കിടത്തി അന്ന് തുഴഞ്ഞുകൊണ്ടുവന്ന ആ ചോരക്കുഞ്ഞ് തന്നെയാണ് പിന്നീട് സ്വർഗം പണിത ശദ്ദാദ്. ഇങ്ങനെ ചരിത്രത്തിൽ ഒരു ഉദ്ധരണി കാണാം. അപ്പൊ അത്രത്തോളം ഈ ലോകത്ത് മനുഷ്യന്മാരുടെ അഹങ്കാരങ്ങൾ മറക്കാൻ പറ്റൂല. കാരണന്മാര് പറയാറുണ്ടല്ലോ, 99-ലെ പ്രളയം. എന്താ അന്ന് നടന്നത്? അന്ന് മുല്ലപ്പെരിയാർ മാത്രമേ ഡാമുള്ളൂ. 99-ലെ പ്രളയം എന്ന് പറഞ്ഞ 14 ദിവസത്തെ മഴയായി കേരളത്തിൽ. 99-ലെ പ്രളയം ഏതായി? 99 1924 ജൂലൈയിൽ. കൊല്ലവർഷം 1099. അങ്ങനെയാണ്. 1999 നമുക്കറിയാം, അന്ന് പ്രളയം ഒന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. 1999 എന്ന് പറഞ്ഞാൽ നമുക്ക് ഓർമ്മയുള്ള സമയം 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നൊരു സമയമായിരിക്കും. 1999 അല്ല, കൊല്ലവർഷം 1099. അതായത് 1924 ജൂലൈ മാസത്തിൽ ഒരു വലിയ പ്രളയം കേരളത്തിലുണ്ടായി. ആ സമയത്ത് കൊല്ലവർഷം മലയാള മാസം 1099. അന്ന് 3 ആഴ്ച തുടർച്ചയായി പെയ്ത മഴ, തിരുവിതാംകൂറും മലബാറും നാശമായ മഴ. അന്ന് മുല്ലപ്പെരിയാർ അല്ലാത്ത മറ്റൊരു ഡാമും ഇവിടെ ഉണ്ടായിട്ടില്ല. മധ്യ കേരളം, അതായത് തൃശ്ശൂർ, എറണാകുളം, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ല, ആ പ്രദേശങ്ങളെയാണ് ആ പ്രളയം ബാധിച്ചത്. ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന കാലം ഒരു വലിയ ദുരന്ത ഉണ്ടായത്. ബ്രിട്ടീഷുകാര് ഇംഗ്ലണ്ടിലെ നഗരമാതൃകയിൽ പണിത മൂന്നാർ നഗരം കംപ്ലീറ്റ് തകർന്നു പോയി ആ പ്രളയത്തിൽ. മൂന്നാർ എന്ന് പറഞ്ഞാൽ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 6000 അടി ഉയരത്തിലാണ് ആ പട്ടണം നിൽക്കുന്നത്. ആ പട്ടണം വെള്ളപ്പൊക്കത്തിൽ തകർന്നു പോയി. അതിന്റെ തിരുശേഷിപ്പായി ഇന്ന് മൂന്നാറിൽ ഒരു തടാകം കാണാൻ പറ്റും. മൂന്നാറിൽ 1 കിലോമീറ്റർ അപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞാൽ അവിടെ ഒരു തടാകം നമുക്ക് കാണാൻ കഴിയും.
തകർന്നു പോയ ആ പഴയ മൂന്നാർ പട്ടണത്തിന്റെ ഒരു സ്മരണാർത്ഥം ഇനി കാണാനുള്ളത് അത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് പിന്നീട് 1 കിലോമീറ്റർ ഇപ്പുറത്താണ് മൂന്നാർ പട്ടണം 1902 സ്ഥാപിച്ചത്. മൂന്നാർ റെയിൽവേ ഗതാഗതം ഉണ്ടായിരുന്നു. മൂന്നാറിൽ റെയിൽവേ ഗതാഗതം ബ്രിട്ടീഷുകാർ സ്ഥാപിച്ചിരുന്നു. അതൊക്കെ പോയി. ആ റെയിൽവേ ഗതാഗതം തമിഴ്നാട് വഴി തേയില കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു വാണിജ്യ വ്യവസായ സംരംഭമായി ഉണ്ടായിരുന്നു. അതൊക്കെ പോയി. ഇങ്ങനെ വലിയൊരു പ്രളയം നമ്മുടെ പൂർവികരായ കാരണവന്മാർക്ക് ഓർമ്മയുണ്ട്. എൻ്റെ വല്യാപ്പായൊക്കെ അത് പറഞ്ഞിങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പൊ അത്രത്തോളം ഈ പ്രകൃതിയിലെ പ്രതിഭാസങ്ങൾ ഭൂമിയിൽ അഴിഞ്ഞാടുന്നത് അള്ളാന്റെ ഇദാബാ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മനുഷ്യന്റെ സ്വഭാവം മാറുമ്പോഴാണ് ظهر الفساد في البر والبحر بما كسبت أيدي الناس ليذيقهم بعض الذي عملوا لعلهم يرجعون. ജനങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ടാ കടലിൽ ദുരന്തങ്ങൾ ഉണ്ടാവുന്നത്. ജനങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ടാ കരയിലും ഫസാദ് ഉണ്ടാവുന്നതെന്ന് പരിശുദ്ധ ഖുർആൻ. മനുഷ്യൻ വടക്കായ ഭൂമി, കര, കടല് എന്ന് വ്യത്യാസമില്ലാതെ ദുരന്തങ്ങൾ പ്രതീക്ഷിക്കാം എന്ന് ഖുർആൻ. മനുഷ്യൻ ഇതിനപ്പുറം ഇനി മോശമാവാനുണ്ടോ? വാപ്പ ഗർഭിണിയായ കാലമാണിത് അല്ലേ? എന്താണ് റബ്ബേ കാലം? ജെൻഡർ, ഏത് ജെൻഡറാണ് എന്ന് പറയാൻ അങ്ങനെ ഒരു ജെൻഡർ ഇല്ല. എല്ലാം ഒന്നാ. ആണിന് ആണിന്റെ കൂടെ കൂടാം, പെണ്ണിന് പെണ്ണിന്റെ കൂടെ കൂടാം. 2 പെൺകുട്ടികള് 2 മുസ്ലിം കുട്ടികളാ, അവര് കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിക്കുന്നുണ്ട് കേരളത്തിൽ. അവർക്ക് നിയമം പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട് അല്ലേ? 2 പെൺകുട്ടികള്, ഞാൻ പേരൊന്നും പറയണില്ല, അങ്ങനെയുണ്ട്. ക്ലോഡിയയും റോസിയും അമേരിക്കയിൽ വിവാഹിതരായി 2 പെണ്ണുങ്ങളായിരുന്നു. അത്ഭുതത്തോടുകൂടെ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് വായിച്ച ആളാണ് ഞാൻ. ഒരു 20 കൊല്ലം മുമ്പായിരിക്കുമെന്ന് ഓർക്കുന്നു. പക്ഷെ കേരളത്തിൽ ഇന്ന് ചില സർക്കാർ രേഖകളിൽ പോലും വർഗമേത്, അതായത് ആണാണോ പെണ്ണാണോ എന്ന് പോലും സ്ഥിരീകരിക്കുന്ന സ്ത്രീ പുരു ആ കോളം ഇന്നില്ലാത്ത പല ഫോമുകളും വന്നിട്ടുണ്ടെന്നാ പറയുന്നത്, സർക്കാർ തലത്തിൽ പോലും. അത്രത്തോളം മനുഷ്യന്മാര് അധപ്പതിച്ച കാലം. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ കരയിലും കടലിലും അദാബ് പ്രതീക്ഷിക്കാമെന്ന് പരിശുദ്ധ ഖുർആൻ. ഇനി കേട്ടോളൂ, മനുഷ്യന്മാര് മോശമാകുന്ന കാലഘട്ടത്തിൽ മഹാനായ ശൈഖ് ബദറുദ്ദീൻ അൽ-ഐനി അൽ-ഹനഫി തങ്ങൾ സ്വഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാന ഗ്രന്ഥമായ ഉംദത്തുൽ ഖാരിയിൽ അദ്ദേഹം കുറിക്കുന്നത് കാണാം. അന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹീന സൽസലത്തിൽ മദീനത്ത് ഫീ അയ്യാമിഹി, ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ഭരണകാലഘട്ടത്തിൽ മദീനയിൽ ഭൂമി കുലുക്കമുണ്ടായപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, യാ അഹ്ലൽ മദീന, ഓ മദീനക്കാരെ, മാ അസ്റഅ മാ അഹ്ദസ്തും, എന്തോ ചില പുതിയ ജീവിതങ്ങൾ ഇവിടെ ഉണ്ടട്ടോ. മദീനക്കാരെ, മദീനയിൽ എന്തൊക്കെയോ പുതിയ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടട്ടോ. മദീനക്കാരെ, മദീനയിൽ എന്തൊക്കെയോ പുതിയ സ്വഭാവങ്ങൾ ഉണ്ടട്ടോ. അതുകൊണ്ടാ മദീനയിൽ ഭൂമി കുലുക്കമുണ്ടായതെന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. വല്ലാഹി ലഇൻ ആദത്ത്, ഇന്നി മദീന കുലുങ്ങിയാൽ ലഅഖുറുജുന്ന മിൻ ബൈനി അൽഹുരിക്കും, മദീനക്കാരെ നിങ്ങളുടെ ഇടയിൽ ഞാൻ താമസിക്കൂല, ഈ നാട് വിട്ട് ഞാൻ പോവുമെന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഫഖശിയ, ഉമർ പേടിച്ചു, അൻ തുസീബഹുൽ ഉഖൂബത്തു മഅഹും, മദീനയിൽ ആരൊക്കെയോ എന്തൊക്കെയോ വൃത്തികേട് ചെയ്തതിന്റെ പേരിലാ ഭൂമി കുലുക്കമുണ്ടായത്. ആ ഭൂമി കുലുക്കത്തെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പേടിച്ചിരുന്നു. കമാ ഖീല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിയോട് ഒരിക്കൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബി ചോദിച്ചല്ലോ, നബിയേ നുഹ്ലകു വഫീന സ്വാലിഹൂൻ, സ്വാലിഹീങ്ങൾ ജീവിച്ചിരുന്നാൽ അവിടെ ഭൂമി കുലുക്കം പോലെയുള്ളത് ഉണ്ടാവൂല എന്ന് പറയാറുണ്ടല്ലോ, അത് എങ്ങനെയാണ് നബിയെ എന്ന് ചോദിച്ചപ്പോൾ ഖാല, നബി തങ്ങൾ പറഞ്ഞു, എന്നാലും നഅം, സാലിഹീങ്ങൾ ഉണ്ടായാലും ചിലപ്പോൾ ദുരന്തങ്ങൾ ഉണ്ടാവാം. ഞാൻ തുടങ്ങിയോടത്തേക്ക് പോകുന്നു. കിടന്നുറങ്ങിയപ്പോ 2 ഉറുമ്പ് കടിച്ചു. 2 ഉറുമ്പാണ് കുഴപ്പക്കാര്, ബാക്കി എല്ലാ ഉറുമ്പുകളും സാലിഹീങ്ങളാണ്. പക്ഷെ ഉറുമ്പൂടി ആദ്യം സാലിഹീങ്ങൾക്ക് അതല്ല.
ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, നഅം, സ്വാലിഹീങ്ങൾ ഉണ്ടായാലും അദാബിറങ്ങും. ഇദാ കസുറൽ ഖബ്സു, വൃത്തികേടുകൾ വർദ്ധിച്ചാൽ, വയബ്അസുല്ലാഹു സ്വാലിഹീന അലാ നിയ്യാതിഹിം, സ്വാലിഹീങ്ങൾക്ക് നല്ല മരണം കൊടുത്ത് അല്ലാഹു അദാബ് ഇറക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാന ഗ്രന്ഥമായ ഉംദത്തുൽ ഖാരി മഹാനായ ശൈഖ് ബദറുദ്ദീൻ അൽ ഐനി അൽ ഹനഫി തങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് ഈ ഹദീസ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ദുരന്തങ്ങളൊക്കെ വരുമ്പോ നമുക്ക് അഭയം തേടാൻ ഒരു അമലുണ്ട്, അത് നിസ്കാരമാ. ആദ്യം പറഞ്ഞു, ദുരന്തം വരുമ്പോ നമ്മൾ ദുരന്ത വാർത്ത കേൾക്കുമ്പോൾ അസ്തഗ്ഫിറുല്ലാഹൽ അസീം എന്ന ദിക്ർ വർദ്ധിപ്പിക്കണമെന്ന്. ഇനി പറയുന്നു, മഹാനായ ഇമാം അബൂദാവൂദിന്റെ സുനനിലെ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഔനുൽ മഅബൂദിൽ കാണാം, അബ്ദുല്ലാഹ് ഇബ്നു ഹാരിസ് തങ്ങൾ പറയാണ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ബസ്രയിൽ നിൽക്കുമ്പോ, ബസ്രയിൽ മഹാനവറുകൾ അവിടുത്തെ അമീറാണ്. അവിടെ മഹാനവറുകളെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടത്തില് ബസ്രയിലെ ഗവർണറാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അന്ന് ബസ്രയിൽ വെച്ചുകൊണ്ട് ഭൂമി കുലുക്കമുണ്ടായി. അപ്പോൾ സ്വഹാബിയായ ഇബ്നു അബ്ബാസ് തങ്ങൾ ഫന്തലഖ ഇലൽ മസ്ജിദി, പള്ളിയിലേക്ക് ഓടി. കെട്ടിടമാണ് പള്ളി, കെട്ടിടം തകർന്നു വീഴാം. പള്ളിയിലേക്ക് മഹാനവറുകൾ ഓടി, ജനങ്ങളും പിന്നാലെ ഓടി. ഉളു ഉണ്ടായിരുന്നു, ഉളു ഇല്ലാത്തവർ വേഗം ഉളു എടുത്തു. എന്നിട്ട് മഹാനവറുകൾ നിസ്കരിക്കാൻ തുടങ്ങി. ഫക്കബ്ബറ, തക്ബീർ ചൊല്ലി കയ്യകെട്ടി. എന്നിട്ട് അവിടെ നിന്ന് അങ്ങ് നിസ്കരിക്കാൻ തുടങ്ങി. നിസ്കാരം ദീർഘിപ്പിച്ചു. ഔനുൽ മഅബൂദിൽ ഹദീസുണ്ട്, സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിച്ചാൽ, ദുരന്തങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കണം. ആദ്യം പറഞ്ഞു നമ്മൾ ദിക്ർ ചൊല്ലണമെന്ന്. ഏത് ദിക്ർ? അസ്തഗ്ഫിറുല്ലാഹൽ അസീം. ഇനി കേട്ടോളൂ, ദുരന്തങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ സുന്നത്ത് നിസ്കാരങ്ങൾ, റവാത്തിബ് സുന്നത്തുകൾ വേണം. അതുപോലെ തന്നെ ളുഹാ നിസ്കാരത്തിന്റെ റക്അത്തുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണം. ഇപ്പൊ ദുരന്തങ്ങളെ കുറിച്ച് കേൾക്കുന്ന കാലമാണ്. അപ്പൊ നമ്മൾ ളുഹാ നിസ്കാരത്തിന്റെ റക്അത്ത് വർദ്ധിപ്പിക്കണം, വിത്ർ നിസ്കാരത്തിന്റെ റക്അത്ത് വർദ്ധിപ്പിക്കണം, തഹജ്ജുദിന്റെ റക്അത്ത് വർദ്ധിപ്പിക്കണം, റവാത്തിബ് സുന്നത്തുകൾ ശ്രദ്ധിക്കണം. സുന്നത്ത് നിസ്കാരങ്ങളുടെ റക്അത്തുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ ദുരന്ത ഭൂമികയിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനോട് അഭയം തേടേണ്ട കാലമാണെന്ന് സന്ദേശം പറഞ്ഞു മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങളുടെ ജീവിതം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ ഖബൂലാക്ക് തമ്പുരാനെ, പാപങ്ങൾ പൊറുക്കുക അല്ലാഹ്, രോഗങ്ങൾ ശിഫയാക്കുക അല്ലാഹ്. അല്ലാഹുവേ ദുരന്ത ഭൂമികയിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് നീ സ്വർഗം കൊടുക്കുക അല്ലാഹ്. നഷ്ടങ്ങൾക്ക് നീ ദുനിയാവിലും ആഖിറത്തിലും പകരം കൊടുക്കുക അല്ലാഹ്. ഇനി അവിടെയും എവിടെയും ആവർത്തിക്കല്ല അല്ലാഹ്. പ്രകൃതി ദുരന്തങ്ങൾ, പ്രകൃതി ക്ഷോഭങ്ങളെ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും കാക്കുക അല്ലാഹ്. ഡാം ദുരന്തങ്ങളെ തൊട്ട് കാക്കുക അല്ലാഹ്. ഇൽമിൽ ബറക്കത്ത് തരണേ തമ്പുരാനെ, അമലിനുള്ള ഭാഗ്യം നൽകുക അല്ലാഹ്. ദുആ വസിയത്ത് ചെയ്തവർക്ക് നീ ഹലാലായ മുറാദ് ഹാസിലാക്കുക അല്ലാഹ്. ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും ആഫിയത്ത് നൽകുക അല്ലാഹ്. ആമീൻ പറയുന്നവരുടെ ഹലാലായ മുറാദ് ഹാസിലാക്കുക അല്ലാഹ്. കടബാധ്യത വീട്ടിത്തരണേ അല്ലാഹ്. വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുക അല്ലാഹ്. വിവാഹപ്രായമായവർക്ക് അനുയോജ്യമായ ബന്ധങ്ങൾ അടിപ്പിക്കുക അല്ലാഹ്. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകുക അല്ലാഹ്. മരണപ്പെട്ടവരുടെ ഖബർ സ്വർഗമാക്കുക അല്ലാഹ്. അവസാനം നന്നായി മരിക്കാനുള്ള ഭാഗ്യം നൽകുക അല്ലാഹ്. ഹജ്ജ് ഉംറ സിയാറ ഞങ്ങൾക്ക് നസീബാക്കുക അല്ലാഹ്. ലഹരി ഉപയോഗത്തിൽ, പരസ്ത്രീ ബന്ധത്തിൽ ഞങ്ങളോ മക്കളോ പെടല്ലേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ നീ ഏറ്റെടുത്തവരുടെ കൂട്ടത്തിൽ ചേർക്ക് അല്ലാഹ്. റബ്ബനാ റഹംഹും കമാ റബ്ബൗനാ സിഗാറാ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.